വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഒന്നും എടുക്കാനല്ല കേട്ടോ. ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇത്തിരി വിശേഷങ്ങൾ പറയാനായിട്ടാണ്. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറേ ആൾക്കാർ യൂട്യൂബ് ചാനൽ കണ്ടിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾറെഡി എപ്പോൾ നോക്കിയാലും എനിക്ക് നോട്ടിഫിക്കേഷനുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കമൻ്റൊക്കെ കൊടുക്കും. അപ്പോൾ അവർ റീപ്ലൈ തരുന്നുണ്ടാങ്ങി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ദിവസം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ക്യാമറയൊന്നും വീട്ടിലില്ല. അപ്പോൾ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കാമെന്ന് അയച്ചു. അപ്പോൾ ഫോൺ അമ്മേരെ ഒരു ടച്ച് ഫോണുള്ളൂ. അപ്പോൾ ഞാൻ അമ്മേരെ ഫോണിൽ നിന്ന് തുടങ്ങാമെന്ന് അയച്ചിട്ട് അമ്മേരെ ഫോൺ എടുത്തു. എന്നിട്ട് ഒന്ന് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഒന്ന് ആൻസർ കൊടുത്താന്ന് വെച്ചാൽ അവർ നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുമ്പോൾ ഇത്തിരി അക്കൗണ്ട് വെരിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് എഴുതി ടൈപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ തുടങ്ങി എൻ്റെ പ്രൊഫൈലൊക്കെ ഇട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മേരെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അമ്മ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യായിരുന്നു. അമ്മ നല്ല കേക്കും അങ്ങനെ സാധനങ്ങളൊക്കെ നല്ലോണം കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ല സന്തോഷമാണ്. അപ്പോൾ കേക്കുകളൊക്കെ ഞാൻ പലതും ഉണ്ടാക്കിയിട്ട് ഇടാൻ നോക്കും. അമ്മ എപ്പോഴും ഈ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതും ഞാൻ വീഡിയോ എടുക്കുന്നതും. അപ്പോൾ കുറേ വീഡിയോകൾ ബട്ടർ സ്കോച്ച്, ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ് അങ്ങനെ വലിയ വലിയ ബ്ലൂബെറി കേക്ക് അങ്ങനത്തെ കേക്കുകളൊക്കെ അമ്മ ഉണ്ടാക്കി തന്നു. അതൊക്കെ വീഡിയോ എടുത്തു. പക്ഷെ ഫോണിലായതുകൊണ്ട് എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് കുറേ വട്ടം അങ്ങനെ പോയിട്ടുണ്ട്. സ്പേസ് ഇല്ലാതെ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ എന്തോ പോലെ ഇതായപ്പോൾ സ്പേസ് ഇല്ലാത്ത കാരണം ഫോണിൽ എടുക്കുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞ് വീഡിയോസാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത്ര വലിയ വ്യൂസൊന്നും ഇല്ല, എന്നാലും എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇടുന്നു. അപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് വ്യൂ കൂടും, എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്നൊക്കെ എനിക്ക് പ്രതീക്ഷയിലൂടെയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതും അമ്മ ഇത്തിരി സപ്പോർട്ടിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ദൃശ്യാസ് കിച്ചൺ എന്ന് പേരിട്ടേക്കുന്നത് എൻ്റെ അമ്മയുടെ പേരാണ് ദൃശ്യാന്ന്. അപ്പോൾ ഞാൻ ദൃശ്യാസ് കിച്ചൺ എന്ന് പേരിട്ടു. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കുറച്ച് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഒരു കിച്ചണായിട്ട് ദൃശ്യാസ് കിച്ചൺ എന്ന് പേരിട്ടു. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. ഒരു കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലായി. പിന്നെ എൻ്റെ ബന്ധക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പവർ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ് ഇത് ചെയ്തിരുന്നത്. എനിക്കങ്ങനെ യൂട്യൂബ് ചാനൽ ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യും ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിന് ഏതാണ് ആപ്പ്. പക്ഷേ എനിക്കതൊന്നും റെഡി ആവില്ലായിരുന്നു, കാരണം ഒരു ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്ന ഓരോ കാര്യം ഞാൻ യൂട്യൂബിൽ അടിച്ചു കൊടുക്കും. എന്നാലും എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് ആരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഓഫായി. ആ സമയത്താണ് എനിക്ക് ഈ ഒരു പവർ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് എനിക്ക് എൻ്റെ ഒരു ഞാൻ ആപ്പിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കണ്ടത്. ആ സമയത്ത് ഞാനതൊന്ന് ഡൗൺലോഡ് ചെയ്തു. അത് എനിക്ക് ഞാൻ ചെയ്തതും എൻ്റെ പ്രിയപ്പെട്ട ആപ്പുകൾ സെർവ് ചെയ്തതും ഗെയിംസൊക്കെ സെർവ് ചെയ്തതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടാണ്, സ്പേസ് ഇല്ലല്ലോ അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഈ പവർ ഡയറക്ടർ കയറ്റിയത്. എനിക്കറിയില്ല കേട്ടോ അത് വീഡിയോ എടുക്കാനുള്ളതാണോ എന്നറിയില്ല. പക്ഷെ അത് ഡയറക്ടറിന് കേട്ടപ്പോൾ ഞാനതൊന്ന് ആപ്പിൽ കയറ്റി. അപ്പോൾ കയറ്റിയപ്പോൾ അത് ഓണാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ എന്നിട്ട് ആ വീഡിയോയിൽ ഇപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ ചെയ്യാൻ പറ്റിയൊരു സാധനം തന്നെയായിരുന്നു. പക്ഷേ അത് കട്ടിങ്ങും അതുപോലെ വേറെയായിട്ട് സംസാരിക്കാനായിട്ടുള്ളതൊന്നും ഒരു ആപ്പ് ഉണ്ടായിരുന്നില്ല. ഫോണിലായതുകൊണ്ട് അതിലും സ്പേസ് ഇല്ലാന്ന് എഴുതി കാണിക്കുമായിരുന്നു. അപ്പോൾ ആകെ സ്പേസ് ഇല്ലാണ്ട് ഇനഫ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര വലിയ കേക്കുകളുടെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ കുറേ പറയും അത് ഇടുന്നത്, പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ അത് ഇടാൻ പറ്റില്ല എന്ന്. കാരണം എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ.
നമുക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളാണ് എഡിറ്റിങ്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ചെയ്ത് പ്രാക്ടീസ് ആയവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ 20 എത്രയുടെ ആയിട്ടുള്ളൂ. എന്നാലും വ്യൂസൊക്കെ കുറവാണ്. കാരണം ഞാൻ അതങ്ങനെ ചെയ്യാത്തതുകൊണ്ടാവാം. പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു കാലം വരും. അപ്പോൾ ഇപ്പോൾ കൊറോണ കാലമാണ്. അപ്പോൾ എല്ലാവരും സുരക്ഷയായിട്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രയിലാണെന്ന് അറിയാനും അതുപോലെ എന്നെ ഒന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒരു വോയിസ് ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ, ഒത്തിരി സഹായമായിട്ടുള്ള വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ നല്ല ഹെൽത്തി, കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതിൻ്റെ ലിങ്കാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിൻ്റെ ലിങ്ക് വേണമെങ്കിലും അടിയിലിടാം. ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് വീഡിയോ ആണ് ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ വീഡിയോയിലിടാം. അപ്പോൾ അമ്മ അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി വിൽക്കലും അങ്ങനെ കുറേ വിൽക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കും. നല്ല കഷ്ടപ്പെട്ടിട്ടായാലും ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അമ്മ നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് അമ്മ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാക്കും. അപ്പോൾ എൻ്റെ കൈയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നാക്കുന്നത്. അമ്മ പലപ്പോഴും അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞാനിപ്പോൾ ഇത് തുടങ്ങിയത് ഒരു ചെറുനാരങ്ങ വെള്ളം കലക്കിയിട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെമൺ ജ്യൂസിൻ്റെ ആയിരിക്കും. അത് നമ്മൾ സാധാ വീട്ടിൽ കളിക്കുന്നൊരു ജ്യൂസാണ്. ചെറുനാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള കലക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത്രയും ഇതുണ്ടായിരുന്നുള്ളൂ. അത്രയും എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെയെന്ന് ആ ഒരു ഇതിൽ നിന്ന് തുടങ്ങി. ജ്യൂസുകളും ഷേക്കുകളാണ് നമ്മുടെ ഈ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് മാത്രമല്ല, കുറച്ച് വീഡിയോസ് നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ കാണുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി ഒന്ന് മുമ്പോട്ട് കാല് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കൊറോണ കാലത്ത് എല്ലാവരും സപ്പോർട്ട് വേണം. ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാവും. കാരണം വേറെ ഒരു പണിയില്ല അല്ലേ, നമ്മുടെ വീട്ടിലൊരു പണിയില്ല, ജോലിയില്ല, ഭയങ്കര കഷ്ടപ്പാടാണ്. ആ സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോകൾ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് തൊണ്ടയിൽ എന്തോ വെള്ളം ഇറങ്ങുന്നില്ല. ഞാനിങ്ങനെ കുറേ നോൺ സ്റ്റോപ്പായി സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്കൊരു യൂട്യൂബിൻ്റെ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട് ഫോണിൽ. അതെങ്ങനെയോ ഒന്ന് വന്നതാണ്, ഫോണിൽ എങ്ങനെയോ വന്നതാണ്. കമൻറ്റുകളൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ആകെ 4-3 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ റീപ്ലൈ കൊടുക്കുന്നത് 2-3 എണ്ണമായിരിക്കും. അതുകൊണ്ട് എനിക്ക് കുറേ കമൻറ്റ് ഉള്ളോണം തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര കമൻറ്റ് വരുന്നതിനൊക്കെ റീപ്ലൈ കൊടുക്കും. എനിക്ക് നല്ല സന്തോഷമാണ്. അവരുടെ വെരി നൈസ്, വെരി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നല്ല സന്തോഷമാണ്. നമുക്ക് കമൻറ്റുകൾ വായിക്കുമ്പോൾ അവർ തന്നെ അടിച്ചതാണ് നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ സന്തോഷം നല്ലൊരു ഇതാണ്, നല്ലൊരു സന്തോഷം നമുക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യുന്നതാവല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നല്ലൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ബൈ.